ഹലോ, കേരള രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മത്തങ്ങ കറിയാണ് കേട്ടോ. മത്തങ്ങയുണ്ട്, ഉരുളൻകിഴങ്ങുണ്ട്, തക്കാളി ഉണ്ട്. ഇത് പിന്നെ ചെറുപയർ നമ്മൾ കുതിർത്തി വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് വെച്ചിട്ടാണ് ഇന്ന് കറി ഉണ്ടാക്കുന്നത്. പിന്നെ 2 പച്ചമുളകാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ വേവിച്ചെടുക്കുക. ഒന്നിച്ച് വേവിക്കുക നമുക്ക് കുക്കറിൽ കേട്ടോ. അപ്പോൾ നമുക്ക് ചെറുപയർ ഇട്ട് കൊടുക്കുക. ഒക്കെ കഴുകിയതാണ് കേട്ടോ. ഒരു ഉരുളൻകിഴങ്ങാണ് അതിട്ട് കൊടുക്കുക. പിന്നെ മത്തങ്ങ നമുക്കിതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത് എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു 1/2 ടീസ്പൂൺ ഇടുക. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ. 2 പച്ചമുളക് നമുക്കിതിലേക്ക് കീറിയിടാം. അപ്പോൾ ഞാനിതിൽ ഞങ്ങളുടെ കുക്കറിൽ ഒരു 3 വിസിൽ കൊടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് കുക്കർ അടച്ചിട്ട് സ്റ്റവ് എത്തിച്ച് കൊടുക്കുക. കുക്കർ വെച്ച് നമുക്ക് തേങ്ങ അരച്ചെടുക്കുക. ഒരു അരമുറി തേങ്ങ, ഒരു 3-4 ചെറിയ ഉള്ളി, ഒരു 1/4 ടീസ്പൂണോളം ജീരകം. വെള്ളം ഒഴിച്ച് കൊടുക്കുക. അരയാനുള്ള വെള്ളം. നമുക്കിത് അരച്ചെടുക്കുക കേട്ടോ. നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മത്തങ്ങയും ഉരുളൻകിഴങ്ങും ചെറുപയറൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്കിത് ഇതിലേക്ക് മാറ്റാം. നമുക്ക് സ്റ്റവ് കത്തിച്ച് കൊടുക്കുക. കറി വെച്ച് കൊടുക്കുക. ഇതിൽ നമുക്ക് പാകത്തിന് ഉപ്പിടുക. നമ്മൾ ഉപ്പിട്ടിട്ടില്ല. നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. തക്കാളി അരിഞ്ഞത് ഇതിലിട്ട് കൊടുക്കുക. ഒരു 2 മിനിറ്റ് കുക്കായാൽ നമുക്ക് അരപ്പ് ചേർക്കുക. അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം. 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ തക്കാളിയൊക്കെ ഇട്ടിട്ട് നമുക്കിത് അരച്ചത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് തിളച്ചാൽ മതി കേട്ടോ. ഇത് നല്ലൊരു ഒഴിച്ച് കറിയാണ് കേട്ടോ. ചോറിനൊക്കെ നല്ല കറിയാണിത്. ഇനി ഒന്ന് തിളച്ചാൽ നമുക്കിതിലേക്ക് കടുക് വറുത്തിടാം. കറിയിൽ ഉപ്പുണ്ടോ നോക്കാവുന്ന. കുറച്ച് ഉപ്പിടണം. അപ്പോൾ നമുക്കിത് അടച്ച് വെക്കണ്ട. ചിലപ്പോൾ തിളച്ചാൽ പൊങ്ങിപ്പോവും. കറി തിളച്ചിട്ടുണ്ട്. നമുക്ക് കറി വാങ്ങി വയ്ക്കുക. കടുക് വറുത്തിടാം. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുകിട്ട് കൊടുക്കുക. ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക.
നമുക്കിത് കറിയിലേക്ക് എടുത്ത് വയ്ക്കാം. ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. ചോറിനൊക്കെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയൊരു കറിയാണ് കേട്ടോ.